കഥാകമ്പത്തിന്റെ ഈ അധ്യായത്തിൽ ഇന്നാദ്യം കൃതികയും സാന്ദ്രയും ചേർന്ന് ആലപിക്കുന്ന ഒരു യുഗ്മ കവിതയാണ്. സാന്ദ്ര, കൃതിക ചേച്ചി നല്ല ഒരുമയോടുകൂടി ഒരേപോലെയുള്ള വേഷധാരണം. എന്തായാലും ഏത് കവിതയാണ് നിങ്ങൾ ഇന്ന് ചൊല്ലുന്നത്? ഞങ്ങൾ ഇന്ന് ചങ്ങമ്പുഴയുടെ വസന്താഗമം എന്ന കവിതയാണ് ചൊല്ലുന്നത്. വളരെ നന്നായി ചൊല്ലാൻ സാധിക്കട്ടെ. വസന്തം പോലെ ഉണ്ടാവട്ടെ. പുഷ്പകാലം അവൻ സ്വാഗതമോതുമോ സാനുകൂലം. ആയവനാശിച്ചിട്ടില്ലെന്നിരിക്കുകിൽ ആഗമിച്ചിടുമോ പുഷ്പകാലം അവൻ സ്വാഗതമോതുമോ സാനുകൂലം. പൂത്ത പൂവല്ലികൾ പുൽകി പുൽകി താർത്തെന്നലങ്ങിങ്ങു സഞ്ചരിച്ചു. എൻ മകനാനന്ദമേകുവാനല്ലെങ്കിൽ എന്തിനാ വല്ലികൾ നൃത്തമാടി? അതിരെന്തിനളികളുമൊത്തുകൂടി? എന്തിനാ വല്ലികൾ നൃത്തമാടി? അതിലെന്തിനളികളുമൊത്തുകൂടി? കൺമണിക്കുഞ്ഞിനു കേൾക്കുവാനല്ലെങ്കിൽ മട്ടിലെന്തിനു പാട്ടുപാടി അവർ തേന്മയമാക്കിയ പുഷ്പവാടി. കൺമണിക്കുഞ്ഞിനു കേൾക്കുവാനല്ലെങ്കിൽ മട്ടിലെന്തിനു പാട്ടുപാടി അവർ തേന്മയമാക്കിയ പുഷ്പവാടി. താമര പൂത്തു മണം പരന്നു മാമരച്ചാർത്തും മതിമറന്നു. എന്നോമൽ പൈതലിനല്ലാതെ ആർക്കതിൽ ഉന്നത ഹർഷം ഉദിപ്പതാവോ? ചുണ്ടിൽ ചിന്നുന്നതെന്തൊരു പൂനിലാവോ? ചുണ്ടിൽ ചിന്നുന്നതെന്തൊരു പൂനിലാവോ? തങ്കമേ വിണ്ണിൻ വിശുദ്ധി മാത്രം തങ്കുന്നു നിന്നൂടെ കണ്ണിണയിൽ. കാകോളം കല്ലോലം തല്ലുമീ ലോകത്തിൽ കാലുഷ്യം കാണുവാൻ ശക്തമല്ല. അത് കാലത്തിൻ വീർപ്പാൽ കലങ്ങുകില്ല. കാലുഷ്യം കാണുവാൻ ശക്തമല്ല. അത് കാലത്തിൻ വീർപ്പാൽ കലങ്ങുകില്ല. ഈ വസന്തത്തിൽ ഒളിച്ചിരിക്കും ഭീമനാം വേനൽ ചിരിച്ചിരിക്കും. ഓമനെ നിന്റെ കുതൂഹലം നോക്കി ഈ പൂക്കാലമേറെ നാൾ നിൽക്കയില്ല. നിന്റെ നേർക്കനുകമ്പയതിങ്കലില്ല. ഈ പൂക്കാലമേറെ നാൾ
ലോകനായക ലോകനായക ഞങ്ങളെല്ലാം ബാലചാപല്യങ്ങൾ കാട്ടിയേക്കാം. ഞാനിക്കിടാവിനോടോതുമ്പോൾ നീയും അജ്ഞാനികൾ ഞങ്ങളിൽ പൂർണ്ണരാഗം സത്യദീപം കൊളുത്തിയിടുക വേഗം. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ആലാപനം? വസന്താഗമം ആയോ അല്ലെങ്കിൽ വസന്തം ആഗമിച്ചോ നിങ്ങളുടെ ആലാപനത്തിൽ എന്ന് നമുക്ക് വിധികർത്താക്കളോട് തന്നെ ചോദിക്കാം. ലീലാകൃഷ്ണൻ സർ, നമ്മുടെ കാവ്യാലാപന പദ്ധതിയെ നിങ്ങളിങ്ങനെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയും കവിത ചൊല്ലാം എന്നുള്ളത് പുതിയൊരു അനുഭവമാണ്. അതൊരു പെർഫോമൻസ് ആക്കി മാറ്റി. ഒപ്പം ആ വസന്താനുഭവത്തിൻ്റെ മുഴുവൻ ഭാവങ്ങളും ചലനങ്ങളിൽ ആലാപനത്തിനൊട്ട് കുഴപ്പം വരുത്തിയതുമില്ല. നല്ല വളരെ എന്താ പറയുക, വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു ഈണവും അതിന് കൊടുത്തു. വസന്തത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി. ഞാൻ ഇങ്ങനെ പണ്ട് ഇത്തരം കവിതകളൊക്കെ ഇങ്ങനെ നൃത്തരൂപം പോലെ അവതരിപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ സഹോദരിമാരായിരുന്ന ലളിതാ പത്മിനി രാഗിണിമാരിങ്ങനെ ഡിറ്റാച്ച്മെൻറ്റ് പോലെ, അങ്ങനെ വിരക്തരതി പോലെ അഭിനയിക്കുകയാണെന്ന് തോന്നുകയും ചെയ്യും. എന്നാൽ അഭിനയിക്കുകയല്ല, പെട്ടെന്ന് അടുത്ത മൊമെൻറ്റിലേക്ക് മാറും. അവർ വളരെ പെട്ടെന്ന് ശൃംഗാര ഭാവത്ത് നിന്ന് വേറൊരു ഭാവത്തിലേക്ക് മാറും. അതുപോലെ വളരെ പെട്ടെന്ന് നിങ്ങൾ വസന്തത്തിൻ്റെ വിവിധ ഭാവങ്ങളിലൂടെ ഇങ്ങനെ മുഖചേഷ്ടകൾ കൊണ്ടും ചലനങ്ങൾ കൊണ്ടും ലാസ്യം കൊണ്ടും അതോടൊപ്പം കവിത കൈവിടാതെയുള്ള സഞ്ചാരം കൊണ്ടും ഞാനിങ്ങനെ ഒരു കാവ്യാലാപന രീതിയുടെ പരീക്ഷണം ആദ്യമായിട്ട് കാണുകയാണ്. അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ രണ്ടുപേരും നിർവഹിച്ചു. അഭിനന്ദനം. നന്ദി സർ. മുരുകൻ സർ. സാന്ദ്ര, കൃതിക രണ്ടാളും നന്നായി ചൊല്ലി, മനോഹരമായിട്ട് ചൊല്ലി കേട്ടോ. പിന്നെ ഈ നിങ്ങൾ രണ്ടാളും നല്ല അഭിനയിക്കുന്നവരാണ്, പണ്ടേ ഞങ്ങൾക്കറിയാം. ഇപ്പോൾ അതാണ് ഈ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്ന് പറയും. ഒരു കുട്ടിക്ക് തന്നെ വ്യത്യസ്തങ്ങളായ വൈഭവങ്ങൾ ഉണ്ടെങ്കിലേ ഈ കമ്പോള കാലത്ത് ജീവിക്കാൻ കഴിയൂ. അതുകൊണ്ട് അത് പ്രതിഭ കൊണ്ടാകുന്നത് ഏറ്റവും നല്ലത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഭാവം കൊണ്ടും കൂടെ ഈ കവിതയെ പൂർണ്ണമാക്കാനുള്ള ശ്രമം എപ്പോഴും നടത്താറുണ്ട്, ഇപ്പോഴും നടത്തുന്നുണ്ട് രണ്ടാളും. അപ്പോൾ മനോഹരമായി അത് ചൊല്ലിയാടി അവസാനിപ്പിച്ചു. ആശംസകൾ. നന്ദി സർ. ഇത്ര മാർക്ക് ലഭിച്ചു എന്നറിയാം. ലീലാകൃഷ്ണൻ സർ. സാന്ദ്രയ്ക്കും കൃതികയ്ക്കും 50-ൽ 49 മാർക്ക്. നന്ദി സർ. മുരുകൻ സർ. സാന്ദ്രയ്ക്ക് 50-ന് 49, കൃതികയ്ക്ക് 50-ന് 49. നന്ദി സർ. 198 മാർക്കാണ് സാന്ദ്രയ്ക്കും കൃതികയ്ക്കും ഈ നല്ല കവിത ഒരു ചൊൽക്കാഴ്ചയായി ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ലഭിച്ചത്. മാത്രമല്ല വളരെ നല്ല അഭിപ്രായങ്ങളും കേട്ടു അല്ലേ, നല്ലൊരു അംഗീകാരം കേട്ടു. ലളിതാ പത്മിനി രാഗിണിമാരെ പോലെയൊക്കെയാണെന്ന് വരെ സാറ് പറഞ്ഞു. അഭിനന്ദനങ്ങൾ. ചേച്ചി.